തിരുവനന്തപുരം നേമത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അക്യുപങ്ചർ ചികിത്സകൻ കസ്റ്റഡിയിലായിരിക്കുന്നു. വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദിനെ എറണാകുളത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, ഈ കേസിൽ എത്രാം പ്രതിയായിട്ടാണ് ഇപ്പോൾ ഷിഹാബുദ്ദിനെ ചേർത്തിരിക്കുന്നത്? ഇയാൾ എങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിലാകുന്നത്? അക്ഷയ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം കാരക്കാമണ്ടോത്ത് പ്രസവത്തിന് പിന്നാലെ അമ്മയും കുഞ്ഞും മരിച്ചത്. അത് വ്യാജ അക്യുപങ്ചർ ചികിത്സയാണെന്നായിരുന്നു ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂന്തുറ സ്വദേശി നിയാസിന്റെ രണ്ടാം ഭാര്യ ഷമീനയും നവജാത ശിശുവുമാണ് അന്ന് മരിച്ചത്. അപ്പോൾ തൃശൂർ സ്വദേശി വ്യാജ അക്യുപങ്ചർ സിദ്ധന്റെ ശിഷ്യനാണ് ഈ മരിച്ച ഷമീനയുടെ ഭർത്താവ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്ന് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ ഇവർക്ക് കേരളത്തിൽ 10ഓളം പഠന കേന്ദ്രങ്ങളുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് കല്ലാട്ടുമുക്ക് പെട്രോൾ പമ്പിന് സമീപത്ത് തിരുവനന്തപുരത്തെ സെന്റർ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ായിരുന്നു ഈ സ്ത്രീക്ക് ചികിത്സ നൽകിയിരുന്നത്. അല്ലെങ്കിൽ ഈ സിദ്ധൻ അടക്കമുള്ളവർ വീട്ടിൽ വന്ന് ചികിത്സ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് നയാസ് ഭാര്യയെ വീട്ടിലെത്തി ചികിത്സ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് പുറത്തുനിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത്. ഒപ്പം ഈ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയും ഇത്തരത്തിൽ അക്യുപങ്ചർ ചികിത്സ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അവരും ഉൾപ്പെടെയുള്ള സ്ത്രീയും, അതായത് ആദ്യ ഭാര്യയിൽ കൂടിയാണ് ഈ പ്രസവം എടുത്തത്. ഇപ്പൊ 16 വയസ്സ് മാത്രമുള്ള പ്രായപൂർത്തിയാത്ത മകളെ അടക്കം ഉപയോഗിച്ചാണ് രണ്ടാം ഭാര്യയുടെ പ്രസവം എടുത്തത്. ഇതൊക്കെ തന്നെയാണ് ആ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന തിരുവനന്തപുരം സ്വദേശി ഈ പറയുന്ന അക്യുപങ്ചർ ചികിത്സകനിലേക്ക് എത്തുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് ഇത്തരത്തിൽ വീട്ടിലെടുത്ത് ചികിത്സ നൽകാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ നയാസിനെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇദ്ദേഹത്തെ ഉടൻ തന്നെ പ്രതി ചേർക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ വാർത്തയായി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് എറണാകുളത്ത് നിന്ന് അറസ്റ്റ്. ഈ സ്ത്രീയുടെ മരണത്തോടെ ഇയാൾ നാട് വിട്ടിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പൊ എറണാകുളത്തേക്ക് പോയ ഇയാളെ ഇന്ന് രാവിലെയാണ് നേമം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഷമീറയുടെ മരണത്തെ തുടർന്ന് നാട് വിട്ടിരിക്കുകയായിരുന്നു ഈ അക്യുപങ്ചർ ചികിത്സയായിട്ടുള്ള ഷിഹാബുദ്ദീൻ. പിന്നാലെയാണ് എറണാകുളത്തെത്തി പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഏതായാലും കേസിൽ ഇയാളെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ് നേമം പോലീസ്.